ഇന്ന് ഞാനൊരു സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ 2 ഉള്ളി എടുത്തു. ഉള്ളി ചെറുതായതുകൊണ്ടാണ് 2 എടുത്തത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ടു, പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കും. ഓക്കെ, ഉപ്പും കൂടി ഇട്ടിരുന്നു, അപ്പോൾ വേഗം വാടി കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട്, പിന്നെ സ്പൈസസ് കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ സമൂസ ഷീറ്റ് കുറച്ച് പൊടിച്ചെടുത്തത് ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഷീറ്റ് മടക്കിയെടുക്കണം. അപ്പോൾ ഷീറ്റ് മടക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങളൊന്ന് ട്രയൽ നോക്കണം. ഞാനങ്ങനെ ചെയ്തിരുന്നു. ചിലപ്പോൾ ഈ മടക്കുന്ന രൂപം അങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ സമൂസ ശരിയാവില്ല. നമ്മൾ പൊരിക്കുന്ന സമയത്ത് മസാല മുഴുവനും പുറത്തേക്ക് പോകും. അപ്പോൾ ആദ്യം ഒന്ന് ട്രയൽ നോക്കി നോക്കുക. സിമ്പിളാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇതിൽ മസാല നിറക്കണം. അപ്പോൾ മസാല നിറക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് കുറേ മസാല നിറച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആക്ച്വലി കുറേ നിറച്ചുകൊണ്ട് ഈ ഒട്ടിക്കുന്ന സമയത്ത് ചെറിയൊരു ഹോള് പോലെ വന്ന് അതിൻ്റെ കോർണറിൽ അങ്ങനെ പൊരിക്കുന്ന സമയത്ത് കുറേ മസാല അങ്ങ് പുറത്തേക്ക് പോയി എണ്ണയിലായി. അപ്പോൾ ആ ഒരു അബദ്ധം പറ്റാണ്ടിരിക്കാൻ പിന്നീട് ഞാൻ മടക്കുന്നതിനൊക്കെ കുറച്ച് മസാലയാണ് വെച്ചിട്ടോ. കുറേ വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് ലാസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ വെള്ളത്തിൽ കലക്കിയിട്ടാണ് എടുത്തത്. പിന്നെ കുറേ സമൂസകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് മടക്കിയെടുത്തു. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും കൂടി എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ട്. ഞാൻ ഈ വാങ്ങിയ ഈ ഷീറ്റ് സ്വിറ്റ്സിൻ്റെതാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ നോമ്പിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നു. എണ്ണയിലിട്ട് പൊരിച്ച് കോരിയപ്പോൾ എണ്ണ കുടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷീറ്റ്സിനെ പറ്റി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഈ പ്രാവശ്യം ഞാൻ പൊരിക്കുന്ന സമയത്ത് എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുത്തു. അപ്പോൾ കുറച്ച് എണ്ണ കുടിക്കലിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്, ഒരു ടിപ്പാണ്. എന്നാലും എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഷീറ്റിൻ്റെ അത്ര പോരാ, എണ്ണ കുടിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പപ്പടം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തു. വേഗം കോരിയെടുത്തിട്ടാ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും എന്നുള്ള പേടി കൊണ്ട് വേഗം കോരിയെടുത്തു. അപ്പോൾ നല്ല ക്രഞ്ചിനെസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിലും ബെറ്ററായിരുന്നു, അത്ര എണ്ണ കുടിച്ചില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷീറ്റിൻ്റെ പേര് ഇതാണ്, സ്വിറ്റ്സാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും എണ്ണ